ഹലോ മക്കളെ, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് കേരള പാഠാവലിയിലെ തരിശു നിലങ്ങളിലേക്ക് എന്ന കവിതയാണ്. അതെഴുതിയത് തിരുനെല്ലൂർ കരുണാകരനാണ്. കവിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം മലയാളത്തിലെ അതിപ്രശസ്തനായ കവിയാണ്. അതുപോലെ തന്നെ ഭാഷാ പണ്ഡിതനും നിരൂപകനുമാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ മറ്റു പ്രധാന കൃതികളെന്ന് പറയുന്നത് രാത്രി, അതുപോലെ തന്നെ റാണി, അന്തിമയാമങ്ങൾ എന്നിവയാണ്. അദ്ദേഹത്തിന് വയലാർ പുരസ്കാരം, അതുപോലെ തന്നെ ആശാൻ പുരസ്കാരം, അതുപോലെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം തുടങ്ങിയ അനവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭ്യമായിട്ടുണ്ട്. നമുക്കിനി കവിതയിലേക്ക് കടക്കാം. ആദ്യം തന്നെ കവിതയിലെ ഏതാനും വരികൾ ചൊല്ലിത്തരാം. തരിശു നിലങ്ങളിലേക്കു വരുന്നു കരിമുകിൽ പോലെ വേലക്കാർ, എരിയും വേനലിനറുതിയിലണയും കരിമുകിൽ പോലെ വേലക്കാർ. അവരുടെ മിഴിയിൽ മിന്നൽ പിണരുകൾ, അകമേ തെളിനീർ കുളിരുകളും, തളരാതുയരും കൈകളിലുണ്ടേഴകായി വിളയും വിത്തുകളും, ഇടിവാളുകളായി കുളിരായി അഴകായി അടിപതറാത്തൊര ദൃശ്യതയായി തരിശു നിലങ്ങളിലേക്കു വരുന്നു കരുതിയിറങ്ങിയ വേലക്കാർ. ചൊല്ലിത്തന്ന വരികളുടെ ആശയത്തിലോട്ട് കടക്കാം. കവിതയിൽ ഭൂമിയെ സമൃദ്ധവും സമ്പന്നവുമാക്കാനെത്തുന്ന തൊഴിലാളികളുടെ ശക്തിയും സൗന്ദര്യവും ആവിഷ്കരിച്ചുകൊണ്ടാണ് കവിത ആരംഭിക്കുന്നത്. കരിമേഘങ്ങൾ പോലെ വരുന്ന തൊഴിലാളികൾ വരൾച്ച ബാധിച്ച നിലങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്നു. കരുത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പ്രതീകമാണ് തൊഴിലാളികൾ. വേനലിൻ്റെ അറുതിയിലെത്തുന്ന കരിമുകിൽ മണ്ണിനും മനുഷ്യർക്കും ഒരേപോലെ പ്രതീക്ഷയും ആശ്വാസവും ആനന്ദവും പകരുന്നു. അവരുടെ കണ്ണുകളിൽ മിന്നൽ പിണരുകളും നെഞ്ചകങ്ങളിൽ തെളിനീരിൻ്റെ കുളിരുമുണ്ട്. തളരാതെയെത്തുന്ന അവരുടെ കൈകളിൽ അഴകുവിടർത്തി വിളയാൻ കൊതിക്കുന്ന വിത്തുകളുണ്ട്. അങ്ങനെ കുളിരായി അഴകായി അടിപതറാതെ തൊഴിലാളികൾ തരിശുനിലങ്ങളിലേക്ക് വരുന്നു.